ക്ലാസ്സിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈനിങ് കമ്പനി, അതിന്റെ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ട് പ്രിപ്പറേഷൻസ്, എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിങ് എന്താണ്, അതുപോലെ തന്നെ അതിന് എങ്ങനെയാണ് നമ്മൾ വർക്ക് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു യൂണിറ്റിൽ അതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് മൈനിങ് കമ്പനിയുടെ കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച ബേസിക് ആയിട്ട് പ്രൈം കോസ്റ്റ്, അതുപോലെ തന്നെ ഫാക്ടറി കോസ്റ്റിന്റെ കാൽക്കുലേഷൻ, നമ്മൾ ആ ഒരു ഓർഡറിൽ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേ ഒരു രീതി തന്നെയാണ് നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു നോർമൽ മാനുഫാക്ചറിങ് ബിസിനസിന്റെ ആക്ടിവിറ്റീസുകളല്ല ഒരു മൈനിങ് കമ്പനി അണ്ടർടേക്ക് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ മൈനിങ് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് പുതിയ ടൈപ്പ് ഓഫ് എക്സ്പെൻസുകൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, പരിചയപ്പെടണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് എന്താണ് മൈനിങ് കമ്പനി എന്നുള്ളത് നോക്കാം. A mining company is a business involved in the extraction of minerals, ores, coal, petroleum, or other natural resources from the earth. These companies operate in industries like coal mining, metal mining, or oil extraction and quarrying. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് എന്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാം? എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് ആവാം, ഓയിൽസ് ആവാം, അതുപോലെ തന്നെ പെട്രോളിയം, അതർ നാച്ചുറൽ റിസോഴ്സസ് ആവാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസോ പെട്രോളിയം, ഓയിൽസ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ അണ്ടർടേക്കൺ ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ മൈനിങ് കമ്പനികൾ എന്ന് പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസുകളാണ് എന്ത് മൈനിങ് കമ്പനികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ എങ്ങനെയാണ് ഒരു മൈനിങ് കമ്പനിയുടെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ ഒരു റിലവൻസ് എന്താണ്. ഇപ്പൊ മറ്റ് ടൈപ്പ് ബിസിനസ്സുകൾ പോലെ തന്നെ ഇവർക്കും അറിയണമല്ലോ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കോസ്റ്റ് ആയി. ഇപ്പൊ ഇവിടെ വരുന്ന ആ ഒരു ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസുകൾ എപ്പോൾ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്താൽ ഉടനെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് അത് എത്തുന്നത്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ടൈമിലും അതുപോലെ തന്നെ അത് ഈ മിനറൽസ് പ്രോസസ്സ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ഘട്ടത്തിൽ ഉണ്ടാവുന്ന കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ സിസ്റ്റമാറ്റിക് എഴുതി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു മൈനിങ് കമ്പനിയുടെ കോസ്റ്റ് ഷീറ്റ് അഥവാ കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് പഠിക്കേണ്ടത്, ഒരു മൈനിങ് കമ്പനിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് അവിടെ എൻകോഡ് ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിൽ ഡയറക്റ്റ് ഏതാണ്, ഇൻഡയറക്റ്റ് ഏതാണ്, ഏതൊക്കെ അതർ ടൈപ്പ് ഓഫ് എക്സ്പെൻസുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കൊരു ആദ്യം ഒരു ബേസിക് ഐഡിയ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. So here, components of mining cost sheet. നോക്കാം. These are the costs that can be directly linked to the extraction process. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് എന്ത് പ്രോസസ്സ്, അത് മൈനിങ് ആയിക്കോട്ടെ വാട്ടെവർ, ആ ഒരു ഡയറക്ട്ലി ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷന് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഡയറക്റ്റ് കോസ്റ്റുകളെ നമുക്ക് വേരിയബിൾ കോസ്റ്റുകൾ എന്നും പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ വേരിയബിൾ കോസ്റ്റുകൾ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ഉണ്ടാവുന്ന കോസ്റ്റുകളാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ എക്സ്ട്രാക്ഷൻ പ്രോസസ്. അതായത് ഇപ്പൊ നമ്മൾ എക്സ്ട്രാക്ഷൻ ആക്ടിവിറ്റീസുകൾ നമ്മൾ കൂടുതൽ ഏറ്റെടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലും ലേബറും ഒക്കെ കൂടും. മനസ്സിലായോ? അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ച് വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷന്റെ ലെവലിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോസ്റ്റ് അല്ല അല്ലെ, അത്രയേ ഉള്ളൂ. അപ്പോ ഇവിടെ ഡയറക്റ്റ് കോസ്റ്റിനകത്ത് നമുക്കൊരു മൈനിങ് കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് പറയാം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള കോസ്റ്റുകളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം.
ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് എക്സ്പ്ലോസീവ്സ്, നമുക്കത് മെയിൻ ആയിട്ട് എന്താണ് ഈ ഒരു എക്സ്ട്രാക്ഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതല്ലേ. ഫ്യൂവല്, lubricants and other material used in mining. മൈനിങ് ആക്ടിവിറ്റീസിന് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ ഡയറക്ട്ലി അതുമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. എന്തൊക്കെയാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്? നമുക്ക് എക്സ്പ്ലോസീവ്സ് പറയാം, ലൂബ്രിക്കൻസ് പറയാം. ഇത്തരത്തിലുള്ളതെല്ലാം എന്താണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ട്ലി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകളാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ പഠിച്ചു ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചു. അടുത്ത എന്താണ്? ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്താണ്? നമ്മൾ മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, ഇൻഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, അല്ലെ? ഇവിടെ ഇപ്പം അത് ഡ്രില്ല് ചെയ്യാനും അതെന്താണ് എക്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ എന്താണ് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലേബർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള സൂപ്പർവൈസറും മേ ബി ഉണ്ടായിരിക്കും. പക്ഷെ രണ്ടുപേരും ഒരേ ഹെഡിലോട്ടാണോ പോകുന്നത്? അല്ല, രണ്ടുപേരും രണ്ട് ഹെഡിലോട്ടാണ് പോകുന്നത്. കാരണം ആ ഒരു എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എന്ത് പറയാ മൈനിങ്ങിന് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഡയറക്റ്റ് ലേബർ. അയാൾക്ക് കൊടുക്കുന്ന വേജസ് ആണ് അവിടെ നമുക്ക് ഡയറക്റ്റ് ലേബർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇവരുടെ പ്രോപ്പർ വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളുടേത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇൻഡയറക്റ്റ്, നോട്ട് ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു ദാറ്റ് പ്രോഡക്റ്റ്. അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഹിയർ wages and salaries of miners and drilling workers. Then അടുത്ത എന്താണ്? മൈനിങ് റോയൽറ്റീസ് ആൻഡ് ലീസ് പേയ്മെന്റ്സ്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ മൈനിങ് റോയൽറ്റീസ് ആൻഡ് ലീസ് പേയ്മെന്റ്സ്, എമൗണ്ട്സ് പെയ്ഡ് ടു ദ ഗവൺമെന്റ് ഓർ ലാൻഡ് ഓണേഴ്സ് ഫോർ മിനറൽ എക്സ്ട്രാക്ഷൻ റൈറ്റ്സ്. ഓക്കെ, അതായത് മൈനിങ് റോയൽറ്റീസ് ഓർ ലീസ് പേയ്മെന്റ്സ് എന്താണ്? എമൗണ്ട് പെയ്ഡ് ടു ദ ഗവൺമെന്റ് ഓർ ലാൻഡ് ഓണേഴ്സ് ഫോർ ദ മിനറൽ എക്സ്ട്രാക്ഷൻ റൈറ്റ്സ്. അതായത് നമുക്ക് ലൈസൻസ് ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ഇത് ഇപ്പം എന്താണ് നമുക്ക് ഗവൺമെന്റിന്റെ എന്താണ് പെർമിഷനോട് കൂടി അല്ലെ അതിന്റെ അവരുടെ പറയുന്ന റൂൾസ് പാലിച്ചുകൊണ്ട് നമ്മൾ എന്താണ് അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി ആ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എക്സ്പെൻസുകൾ അവിടെ ഇൻവോൾവ് ആയാൽ മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് അത് ആ ഒരു എന്താണ് ഈ പറയുന്ന റോയൽറ്റീസ്, അതുപോലെ തന്നെ ലീസ് പേയ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ലീസ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ലാൻഡ് ഓണറിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് ഇത് ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, മൈനിങ് കമ്പനിയിൽ അത് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാ വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ് ആൻഡ് ലീസ് പേയ്മെന്റ്സ്. അടുത്തത് ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്ക് ഓവർ ഹെഡുകൾ എന്ന് വിളിക്കാം, അല്ലെ? ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ മൈനിങ് കമ്പനിയുടെ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ഉൾപ്പെടുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്. ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, അതായത് ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ചെടി നടുന്നത് പോലെ ഇച്ചിരി ഒന്ന് കുഴിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണോ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്? അല്ല. നമുക്ക് കുറെ ലെയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ എക്സ്ട്രാക്ട് ചെയ്താണ് ഈ പറയുന്ന ഫ്യൂവൽ, പെട്രോളിയം ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തില് ഇവിടെ എന്തുകൊണ്ട് കുറെ ലെയേഴ്സ് അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മിനറൽസ് ആയിട്ടുള്ള ലെയേഴ്സുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എന്താണ് ഈ പറയുന്ന ഈ നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ഷൻ അവിടെ നടത്തുന്നത്. അപ്പൊ ഹിയർ എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ റിമൂവിംഗ് നോൺ മിനറൽ ലെയേഴ്സ്. അപ്പൊ ഈ പറയുന്ന മിനറൽസ് ഒന്നും ഇല്ലാത്ത പുറമേ ഉള്ള ലെയേഴ്സുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ആവും, അല്ലെ? ശരിക്കും നമുക്കത് ഡിഗ് ചെയ്യുന്നതിനാണ് ശരിക്കും എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് ആവുന്നത്. പക്ഷെ അതിന് തൊട്ട് മുന്നേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ലെയേഴ്സുകളെ മാറ്റേണ്ടി വരും. അതൊരിക്കലും നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ശരിക്കും ആ ഒരു പ്രൊഡക്ഷന്റെ ആ ഒരു എക്സ്ട്രാക്ഷന് ഡയറക്ട്ലി അത് റിലേറ്റ് ചെയ്യുന്നില്ല. സോ ഇത് എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ കണക്കാക്കുന്നത്.
So the overburden removal cost, expense required in removing non-mineral layers to assess or okay. അപ്പൊ ആദ്യത്തെ പഠിച്ചു, ആദ്യത്തെ ഇൻഡയറക്റ്റ് കോസ്റ്റ് പഠിച്ചു. അടുത്തത് ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി ആൻഡ് എക്യുപ്മെന്റ്. മിഷനറി എക്യുപ്മെന്റുകൾ നമ്മൾ ഡ്രിൽ ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒരിടത്തേക്ക് മറ്റൊരിടത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എന്താണ് വെഹിക്കിൾസ് വേണം. അതുപോലെ തന്നെ നമുക്കത് പ്രവർത്തിപ്പിക്കാനുള്ള ട്രക്കും അതുപോലെ ഡ്രില്ലിംഗ് മെഷീനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പൊ ഇതിനൊക്കെ വീർ ആൻഡ് ടേർ സംഭവിക്കും അല്ലെ, ഇതിനൊക്കെ നമുക്ക് തേയ്മാനം സംഭവിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മൾ തേയ്മാനം സംഭവിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യപ്പെടണം. ഈ ഒരു ഡിപ്രീസിയേഷനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? അത് അവിടെ മാനുഫാക്ചറിങ് ആണെങ്കിലും ശരി, ഇവിടെ ആണെങ്കിലും ശരി, എന്താണ് ഇത് ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ആണോ? അല്ല. ഡിപ്രീസിയേഷനെ നമുക്ക് അത് മിഷനറി ആയിക്കോട്ടെ, പ്ലാന്റ് ആയിക്കോട്ടെ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. സോ ഹിയർ ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. നമുക്ക് ഇവിടെയാണ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടുമായിട്ട് ചെറുതായിട്ടൊന്ന് തെറ്റുന്നത് എന്നാണ് ഇവിടെയാണ്. ബിക്കോസ് നമുക്ക് അവിടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് വരെ നമ്മൾ നിർത്തുവാണ്. അതിനകത്ത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആൻഡ് സെല്ലിംഗ് റിലേറ്റഡ് എക്സ്പെൻസുകളെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുവാണ്. നമ്മൾ അതെല്ലാം ഒഴിവാക്കുകയാണ്. അതൊന്നും നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല. മാനുഫാക്ചറിങ് കോസ്റ്റ് വെച്ച് നമ്മൾ അവിടെ നിർത്തുവാണ് അല്ലെ. പക്ഷേ മൈനിങ് കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ അവിടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് എക്സ്പെൻസുകളും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് വരിക? ഈ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സൂപ്പർവൈസേഴ്സിന്റെ സാലറി, മാനേജറിന്റെ സാലറി, അത്തരത്തില് ഡയറക്ട്ലി ആ ഒരു എക്സ്ട്രാക്ഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത, എന്നാൽ അതിന്റെ ഒരു എന്താണ് കോൺട്രിബ്യൂഷൻ ആ ഒരു എന്താണ് വർക്കിന് ഉണ്ടും താനും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ. അപ്പൊ അതിൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകളും വരും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകളും നമ്മളിവിടെ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്തിലേക്ക് വരാം. അപ്പൊ ഇൻഡയറക്റ്റ് കോസ്റ്റില് നമ്മൾ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? ഓവർബർഡൻ, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത്? എന്താണ് ഈ പറഞ്ഞ പോലെ മാനേജേഴ്സിന്റെ സാലറി അല്ലെ, സാലറി മാനേജേഴ്സ്, നമുക്ക് ലീഗൽ എക്സ്പെൻസസുകൾ കാണും, അതർ റിലേറ്റഡ് സ്റ്റേഷനറി പോലെയുള്ള അതർ ഓഫീസ് വർക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഫീസ് എക്സ്പെൻസസുകൾ കാണും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഓഫീസ് എക്സ്പെൻസുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇതും നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എടുക്കാറുണ്ട്. ഇനി എൻവയോൺമെന്റൽ കംപ്ലൈൻസ് കോസ്റ്റ്. ഇത് ശരിക്കും എന്താണ്? മൈനിങ് കമ്പനിയുടെ ഒരു പെക്യുലാരിറ്റി ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. ഇതൊരു ഡെവലപ്മെന്റ് കോസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഈ ഒരു കേസിൽ എൻവയോൺമെന്റൽ ലോ അല്ലെ, നമുക്കിത് എൻവയോൺമെന്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല. സോ ഇപ്പൊ ക്ലിയറൻസ് ഒക്കെ മേടിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എക്സ്പെൻസുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായി നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇൻക്ലൂഡ് ആവുന്ന കോസ്റ്റുകളെ നമുക്ക് എന്ത് തന്നെ വിളിക്കാം? എൻവയോൺമെന്റൽ കംപ്ലൈൻസ് കോസ്റ്റുകൾ എന്ന് തന്നെ വിളിക്കാം. So here the cost of meeting environmental laws, pollution control and the land restoration. Then safety and security കോസ്റ്റുകൾ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓർക്കേണ്ട ഒരു കേസാണ് എന്ത്? നമുക്കിവിടെ ഇത് വളരെ കോഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമുക്ക് മറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് പോലെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി അല്ലല്ലോ അല്ലെ. ഇവിടെ നമുക്ക് ആ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി നോക്കണം, ചുറ്റുപാടുമുള്ളവരുടെ സേഫ്റ്റി നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസുകൾക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് വരാറുണ്ട്. അതെന്ത് കോസ്റ്റ് ആണ്? ഇപ്പൊ അവർക്ക് ഇൻഷുറൻസ്, സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഷുറൻസ്. ഇപ്പൊ വർക്കേഴ്സിന്റെ പേരിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, അപ്പൊ അതെന്താണ്? അത് നമുക്ക് അവിടെ ഒരു കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ
പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് എക്യുപ്മെന്റുകൾ, ഇതൊക്കെ നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ്റ്റി പ്രിക്കോഷൻസുകളാണ്. അപ്പൊ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നമുക്കൊരു ചിലവ് വരും അല്ലെ. അപ്പൊ അത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹെഡിലോട്ട് നമുക്ക് അതിനെ പറയാം. അപ്പൊ ഈ പറയുന്നവയാണ് എല്ലാം എന്ത് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോ എന്താണ് ഇപ്പൊ എല്ലാ ടൈപ്പ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഉള്ളത് അല്ലെ, നമുക്കറിയാം. പക്ഷേ നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഓരോ ഘട്ടത്തിൽ ആദ്യം ഏത് തരത്തിലുള്ള കോസ്റ്റുകളാണ് എടുക്കേണ്ടത്, അത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഓർഡർ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഓർഡർ തന്നെ ആയിരിക്കണം നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു ഐറ്റം കിട്ടിയാൽ അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് കൃത്യമായി തിരിച്ചറിയണം, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോകും. ഓക്കെ, സോ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം നോക്കി. അടുത്തത് പ്രോസസ്സിംഗ് കോസ്റ്റ്. പ്രോസസ്സിംഗ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ്ട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡയറക്റ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ്. അത് കഴിഞ്ഞ് ഇത് പ്രോസസ്സ് ചെയ്യണം അല്ലെ. ഇത് നമ്മൾ പറഞ്ഞ പോലെ സെയിം അത് എക്സ്ട്രാക്ട് ചെയ്ത് അതേ ടൈമിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലല്ലോ അല്ലെ. അപ്പൊ ഇവിടെ നമുക്കത് പ്രോസസ്സ് ചെയ്യണം. ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ് കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിഫൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കോസ്റ്റുകൾ നമുക്കുണ്ട്. ഹിയർ ഫോർ ബ്രേക്കിംഗ് ഡൗൺ റോ മെറ്റീരിയൽസ്. എന്തിനാണ് ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ്? റോ മെറ്റീരിയൽസ് നമുക്ക് മിനറൽസ് ഒക്കെ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ബ്രേക്ക് ചെയ്യണം. Then refining and the smelting cost. If the company process ഒരേ ഇൻറ്റു പ്യുവർ മെറ്റൽസ്, ആ ഒരേ നമുക്ക് എന്താണ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് നമുക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രോസസ്സിങ് ഇവിടെ വേണം? ക്രഷിങ്, ഗ്രൈൻഡിങ്, റിഫൈനിങ്, സ്മെൽറ്റിങ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെല്ലാം നമുക്ക് എന്താണ് അതിലൂടെയാണ് നമുക്ക് ഒരു ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എത്തുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു മൂവ് മൈൻഡ് മെറ്റീരിയൽസ് ടു പ്രോസസ്സിംഗ് പ്ലാന്റ്സ് ഓർ കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ എക്സ്പെൻസസ്. അപ്പൊ നമുക്കിനിയിപ്പം ഈ പറയുന്ന ഐറ്റമുകൾ അല്ലെ, മിനറൽസ് അല്ലെങ്കിൽ ക്വാറീസ് എന്ത് ചെയ്യണം, നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് നമ്മൾ എവിടെയാണോ ലൊക്കേഷനിൽ എവിടെയാണ് എത്തിക്കേണ്ടത് നമുക്ക് അവിടെ എത്തിക്കണ്ടേ. ശരിക്കും അവിടെ എന്താണ് നമുക്കവിടെ പ്രോപ്പറായിട്ട് നമുക്കവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യുള്ളൂ സാധ്യമാവുകയുള്ളൂ. സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസുകളുണ്ട്, അതുപോലെ തന്നെ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യണം. സോ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകളും നമുക്കിവിടെ ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രോസസ്സിങ്ങും അഡ്മിനിസ്ട്രേഷൻ, പ്രോസസ്സിങ്, അതുപോലെ തന്നെ എന്താണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസുകൾ. ഇതൊക്കെ എന്താണ് ഇവിടെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രോസസ്സിംഗ് അല്ല, ഒരു മൈനിങ് കമ്പനിയുടെ പ്രോസസ്സിംഗ്. അവിടെയും പ്രോസസ്സിംഗ് റിലേറ്റഡ് എക്സ്പെൻസുകളെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൈനിങ് കമ്പനിയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ബിക്കോസ് എന്താണ് കാരണം എന്താണ്, ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആണ് കാണുന്നത്. ഒരു പ്രോഡക്റ്റ് എന്നാൽ ദാറ്റ് മീൻസ് ഒരു എന്താണ് ഒരു 10 ഒറയാണെങ്കിലും ശരി, അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന കോസ്റ്റ്, മൊത്തത്തിലുള്ള കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ തുടക്കം മുതൽ അവസാനം അത് മാർക്കറ്റ് ചെയ്ത് അല്ലെ അൾട്ടിമേറ്റ് കസ്റ്റമറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ലൊക്കേഷനിലോട്ട് എത്തുന്നത് വരെയുള്ള കോസ്റ്റ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. അല്ലാതെ അത് ആ ഒരു ഫാക്ടറി ബേസ് ചെയ്തിട്ടല്ല നമ്മളിവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേജസ് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ എല്ലാ സ്റ്റേജസിലുള്ള കോസ്റ്റുകൾ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു മൂവ് മൈൻഡ് മെറ്റീരിയൽസ് ടു പ്രോസസ്സിംഗ് പ്ലാന്റ്സ് വിത്ത് കസ്റ്റമേഴ്സ്, ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ എക്സ്പെൻസസ്. സോ നമുക്കിനി എന്താണ് ഒരു ഐഡിയ കിട്ടി. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മാനുഫാക്ചറിങ്ങിൽ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഫോർമാറ്റ്. നമുക്ക് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ ഐറ്റങ്ങളുടെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് ഞാനിവിടെ പറയാത്തത്. നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. A mining company extracted 10,000 tons of coal in 1 month. The company incurs the following cost. അപ്പോൾ ഒരു മൈനിങ് കമ്പനി
എത്ര എക്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്? 10,010 ആണ് എക്സ്ട്രാക്ട് ചെയ്തത്. 10,010 എക്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ ഇത് 10,010 എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകോർഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ പറയുന്ന 10,000 ടൺ കുറെ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യാൻ അവർക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ് ഉണ്ട്, ഓവർ ബർഡൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട്. നമുക്കിത് ഓരോ ഐറ്റത്തിന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ എവിടെയൊക്കെയാണ് നമുക്കിത് പ്ലേസ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇവിടെയും നമ്മുടെ പ്രൈം കോസ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ ആദ്യമായിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഒന്നും ഇല്ല. ഡയറക്റ്റ്ലി ഇത് എത്രയാണെന്നുള്ളത് മെറ്റീരിയൽ പറഞ്ഞിരിക്കും. സോ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ് എന്താണ്? നമുക്കൊരു ഡയറക്റ്റ് എക്സ്പെൻസിൽ ഉൾപ്പെടുത്താം അല്ലേ? അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ 5 ലക്ഷം, ഡയറക്റ്റ് ലേബർ 8 ലക്ഷം, അതുപോലെ തന്നെ മൈനിങ് റോയൽറ്റീസ് എത്രയാണ്? 2 ലക്ഷം. ഇത്രയുമാണ് അവിടെ എന്ത്? നമുക്കിവിടെ മെയിനായിട്ട് വരുന്ന പ്രൈം കോസ്റ്റ് അഥവാ ഡയറക്റ്റ് കോസ്റ്റുകൾ ഇത്രയുമാണ്. സോ ഹിയർ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഈ 3 ഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ച് എഴുതി. 5 ലക്ഷം, 50,000, അതുപോലെ തന്നെ എന്താണ് 80,000, അതുപോലെ തന്നെ 20,000. 0 കുറഞ്ഞു പോയല്ലേ ചെറുതായിട്ട്? അഞ്ച് ലക്ഷം, അതുപോലെ തന്നെ 8 ലക്ഷം, പിന്നെ എത്രയാണ്? 2 ലക്ഷം കേട്ടോ. എല്ലാ ലാക്കിന്റെ കണക്കുകളാണ്. സോ അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഡയറക്റ്റ് മെറ്റീരിയൽ എല്ലാം നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? എത്രയാണ്? 15 ലക്ഷമാണ് നമുക്ക് വരാനുള്ളത് കേട്ടോ. എത്രയാണ്? 15 ലക്ഷമാണ് നമുക്കിവിടെ വരാനുള്ളത്. അപ്പോ പ്രൈം കോസ്റ്റ് എത്രയാണ്? 50 ലാക്കാണ് നമുക്കിവിടെ പ്രൈം കോസ്റ്റ് ആയിട്ട് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ എമൗണ്ടിൽ ജസ്റ്റ് ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പത്തോട്ട് മാറ്റിയപ്പോൾ നമുക്ക് 0 ഒക്കെ ഒന്ന് കുറഞ്ഞു പോയി കേട്ടോ. അപ്പം ഒന്ന് ശ്രദ്ധിച്ചോണേ. സോ അടുത്ത് നോക്കാം. ഇനി എന്താണ്? ഓവർ ബർഡൻ റിമൂവൽ ഉണ്ട്, ഡിപ്രീസിയേഷൻ മിഷനറി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റുകളുടെ കാറ്റഗറിയിലാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഓവർ ബർഡൻ റിമൂവൽ, ഡിപ്രീസിയേഷൻ ഓൺ മിഷനറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? 4,50,000, 3,50,000, 1,50,000. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ ആഡ് ചെയ്തു. നോക്കിക്കേ, എന്തിനോടൊപ്പമാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് വരുവാണ്. ഓരോ സ്റ്റേജിലെ കോസ്റ്റുകളോടൊപ്പം നമ്മൾ അടുത്ത സ്റ്റേജിലെ കോസ്റ്റുകൾ ഇങ്ങനെ ആഡ് ഓൺ ആയിട്ട് ചെയ്ത് ആഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ ടോട്ടൽ കോസ്റ്റിലോട്ട് എത്തുക അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പ്രൈം കോസ്റ്റിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? 4,50,000, അതുപോലെ തന്നെ 3,50,000, അതുപോലെ 1,50,000 ആഡ് ചെയ്ത് നമ്മളിവിടെ ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് അടുത്ത് എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിനകത്ത് നമുക്കിവിടെ എന്ത് ഐറ്റമേ ഉള്ളൂ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസിൽ ആണ് നമുക്കിവിടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2,50,000 രൂപയാണ് ഇവിടെ നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് അല്ലേ? അപ്പൊ നോക്കാം, ഇവിടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വന്നു? 24,50,000 രൂപയാണ് നമുക്കിവിടെ എന്താണ് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് കിട്ടിയത്. അതിന്റെ കൂടെ നമ്മൾ അടുത്ത് ഏതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. 2,50,000. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 27 ലക്ഷം രൂപയാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇതെന്താണ്? ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഈ പറയുന്ന 10,000 ടൺ ഓഫ് കോൾ അല്ലേ, അത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കായിട്ടുള്ള കോസ്റ്റ് ആണ് 27 ലക്ഷം എന്ന് പറയുന്നത്. 27 lakh എന്ന് പറയുന്നത് എന്താണ്? ആ 10,000 കോൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ എടുത്ത ടോട്ടൽ കോസ്റ്റ് ആണ്. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ ചോദിക്കുവാണ് എന്താണ് പെർ ടെൻ, അതായത് ഇപ്പൊ പറയുന്നത് 10,000 ഒറേ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ എടുത്ത കോസ്റ്റ് ആണ്. ഇനി 1 ടൺ ഒറേ എന്താണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കുവാണ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമ്മൾ എന്താണ് നമുക്ക് ഈ മൈനിങ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് നോർമൽ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യം ഇതാണ്. അതായത് 50 എന്താണ് പേന പ്രൊഡ്യൂസ് ചെയ്യാൻ, 50 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 1000 രൂപ ആയെങ്കിൽ, 50 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 1000 രൂപയായെങ്കിൽ 1 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കുണ്ടായ കോസ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 50 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 1000 രൂപയായെങ്കിൽ 1 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എത്ര രൂപയാകും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതേ രീതിയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. 10,000 ഒരേ എക്സ്ട്രാക്ട് ചെയ്യാൻ എനിക്ക് 27 ലക്ഷം രൂപയായെങ്കിൽ 1 ടൺ പെർ ടണ്ണിന് എത്രയാണ് കോസ്റ്റ് ആവുക, പെർ ടണ്ണിന് എത്രയാണ് കോസ്റ്റ് എന്നുള്ളതാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം വരാം. എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അപ്പൊ അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എഴുതാം. ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റിനോടൊപ്പം നമ്മൾ എത്ര ടൺ അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണോ എക്സ്ട്രാക്ട് ചെയ്തത് എന്താണ് അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി, നമുക്കിതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൻസർ നമുക്ക് വിസിബിൾ അല്ലേ, ഇതിന് 130 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുക? 27 ലക്ഷം അതായത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ടൺ എക്സ്ട്രാക്റ്റഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം അല്ലേ. ഇതിന് അതർ ടൈപ്പ് ഓഫ് ബിസിനസിന്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, എത്ര ടൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു എന്നുള്ളതല്ലേ. അപ്പൊ അതാണ് ഇവിടെ താഴെ കാണിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത്, ഇവിടെയാണെങ്കിലോ പെണ്ണിന്റെ കേസിലാണെങ്കിലോ നമ്മൾ എത്രയാണ്, നമുക്ക് മൊത്തമായത് 1000. സോ നമുക്ക് എത്രയാണ് ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ നമുക്ക് എത്രയാണ് 1 പേനയുടെ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ പെർ കോസ്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോസ്റ്റ് ഷീറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കിയാലോ? കുറച്ചുകൂടെ നമുക്ക് എന്താണ് പ്രോഫിറ്റും റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഇവിടെ എന്താണ്, എത്രയാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്? XYZ മൈനിങ് ലിമിറ്റഡ് എക്സ്ട്രാക്ട് 50,000 ടൺസ് ഓഫ് അയൺ ഒറയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇത്രയും എക്സ്ട്രാക്ട് ചെയ്യാൻ 50,000 അയൺ ഒറ എക്സ്ട്രാക്ട് ചെയ്യാൻ എന്തൊക്കെ എക്സ്പെൻസുകളാണ് നമുക്ക് ഇൻകോർഡ് ആയത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാമോ? നമുക്ക് ടോട്ടൽ റവന്യൂ കേട്ടോ, ടോട്ടൽ റവന്യൂ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ടോട്ടൽ റവന്യൂ പ്രോഫിറ്റ് ലോസ് ആണോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാലേ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് മൊത്തം എത്ര ചിലവായെന്ന് അറിഞ്ഞാലല്ലേ അതിൽ നിന്നുള്ള വരുമാനവും ലാഭവും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ നമുക്ക് മൊത്തം ചിലവ് കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന കോസ്റ്റുകളെ എല്ലാം കൂടി നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായ ഓർഡറിൽ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ആ ഒരു കടമ്പ കടന്നിട്ട് നമുക്ക് അഡീഷണൽ ചോദ്യങ്ങളിലേക്ക് പോകാം. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ എത്രയാണ് എക്സ്ട്രാക്ട് ചെയ്ത്, എത്രയാണ് നമ്പർ ഓഫ് ടൺസ് എക്സ്ട്രാക്ട് എത്രയാണ്, 50,000 ആണ് അല്ലേ. ഇനി മെറ്റീരിയൽ ഉള്ള 12 ലക്ഷം, ഡയറക്റ്റ് ലേബർ എത്രയാണ് 20 ലക്ഷം, മൈനിങ് റോയൽറ്റീസ് 5 ലക്ഷം, ഓവർ ബോർഡൺ റിമൂവൽ കോസ്റ്റ് എത്രയാണ്
ഒരു 10 ലക്ഷം, ഡിപ്രീസിയേഷൻ 8, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് 4 ലക്ഷം. അതെ, മൈനിങ് കമ്പനിയാണല്ലേ, അപ്പൊ നല്ല കോസ്റ്റ് ആവും അല്ലേ. 4 ലക്ഷം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 6 ലക്ഷം. ദ കമ്പനി സെൽ അയൺ ഓറെ അറ്റ് 1000 പെർ ടൺ. അപ്പൊ ഈ 50,000 ടണ്ണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഞാൻ അതിൽ എന്താണ് 50,000 ടണ്ണ് ഞാൻ എത്ര രൂപയ്ക്കാണ്, ഒരു ടണ്ണിന് ഞാൻ 1000 രൂപ വെച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാനത് വിറ്റിട്ടുള്ളതെന്നാണ് പറയുന്നത്. 50,000 ടണ്ണ്, ഒരു ടണ്ണിന് ഞാൻ 1000 രൂപയാണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഹിയർ ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ്, ഇത് മൂന്നുമാണ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തേ നമ്മൾ കണ്ടുപിടിച്ചു. 37 ലക്ഷം രൂപയാണ് നമുക്കിവിടെ പ്രൈം കോസ്റ്റ് ആയിട്ട് വന്നത്. ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ ഉണ്ടല്ലേ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഡയറക്ട്ലി ആണ് നമുക്കറിയാം, ഡയറക്റ്റ് ആട്രിബ്യൂട്ട് കോസ്റ്റുകളാണ് നമുക്കറിയാം. പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു, ഫസ്റ്റ് കടമ്പ കടന്നു. ഓക്കെ, ഇനി അടുത്ത് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഓവർ ബർഡൻ റിമൂവല്, ഡിപ്രീസിയേഷൻ ഓൺ മിഷനറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് നമുക്ക് ഫാക്ടറി കോസ്റ്റുകൾ. ക്വസ്റ്റ്യനിലുണ്ടല്ലോ ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. ഡിപ്രീസിയേഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്താണ് നമുക്കിവിടെ ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഈ പറയുന്ന എല്ലാ ടൈപ്പ് കോസ്റ്റുകളും ആഡ് ഓൺ ആക്കി നമ്മളിതേ ഇവിടെ എത്തി അല്ലേ. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ നോക്കുക, നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ ഉണ്ടോ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് നമുക്കിവിടെ പറയുന്നുണ്ട് 6 ലക്ഷം രൂപയാണ് കൊടുക്കാൻ. നമുക്ക് എമൗണ്ട് കൊടുക്കാം, 6 ലക്ഷം നമ്മൾ കൊടുത്തു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ ഇവിടെ ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും ഇനി എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഈ പറയുന്ന എല്ലാ ഐറ്റംസും എടുത്തു അല്ലേ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം, ഇത്തരത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ആയിട്ട് വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഈ പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ നമുക്കെല്ലാം നമ്മൾ എടുത്തു, കൺഫേം ചെയ്തു. സോ ഹിയർ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റിനോടൊപ്പം ഞാൻ സെല്ലിങ്ങും കൂടെ കൂട്ടുന്നു. എനിക്ക് 65 ലക്ഷം രൂപ എന്ത് കിട്ടുന്നു, 65 ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് കിട്ടുന്നു. എന്താണ്, എങ്ങനെയാ പറയുന്നത്, എനിക്ക് എത്രയാണ് 50,000 എന്താണ് 10 എന്താണ് ഒരേ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് 65 ലക്ഷം രൂപ ആണ് എന്തായിട്ട് വന്നത്. 65 ലക്ഷം രൂപയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഒന്ന് നോക്കിക്കോണം കേട്ടോ. 65 ലക്ഷം രൂപയാണ് എന്താണ് ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. ജസ്റ്റ് എനിക്കൊരു ആഡ് ചെയ്തൊരു കൺഫ്യൂഷൻ വന്നു കേട്ടോ, അതാണ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ 65 ലക്ഷം രൂപയാണ് നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് വന്നത്. അപ്പം നമുക്ക് എന്താണ് ആദ്യത്തെ നമ്മൾ കടന്നേ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ച് 65 ലക്ഷം. ഇനി ഇവിടെയും നമുക്ക് പെർ ടൺ കണ്ടുപിടിക്കാം. 50,000 ആണെങ്കിൽ ഒരു ടൺ ഓറയ്ക്ക് നമുക്ക് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 65 ലക്ഷം ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്തത്, എത്ര യൂണിറ്റ്സ് ആണ്, എത്ര ടൺ ആണ്? 50,000 ആണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1300 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നേരത്തെ തന്നെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത് പ്രസന്റേഷൻ വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാനത് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കോസ്റ്റ് പെർ ടൺ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തു നമുക്കത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അല്ലേ. തീർന്നില്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ടോട്ടൽ റവന്യൂ കാണാനാണ് പറയുന്നത് അല്ലേ. ടോട്ടൽ റവന്യൂ കൂടെ നമ്മളോട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ സെയിൽസ് ആണ് അല്ലേ. സെയിൽസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതായത് നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പറയുവാണ്, ഞാനൊരു 500 പേന പ്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. ഞാനൊരു 500 പേന പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു പേനയ്ക്ക് എന്ത് ചെയ്തു, 10 രൂപ വെച്ച് വിറ്റു.
ഞാനൊരു 500 പേന പ്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ഒരു പേനയ്ക്ക് 10 രൂപ വെച്ച് വിറ്റു എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ സെയിൽസ് എത്രയാണ് എൻ്റെ സെയിൽസ്? 5000 രൂപയാണ് അല്ലേ എൻ്റെ സെയിൽസ്. എൻ്റെ സെയിൽസ് എത്രയാണ്? 5000 രൂപ. ഇതേ കേസ് നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിച്ചേ, ഞാൻ എത്ര ടൺ ഒറയാണ് എക്സ്ട്രാക്ട് ചെയ്തത്? 50,000 ടൺ ഒറയാണ് എക്സ്ട്രാക്ട് ചെയ്തത്. എൻ്റെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഞാൻ പെർ ടണ്ണിന് എത്രയാണ് വിറ്റത്? 1000 രൂപയ്ക്ക്. അപ്പം എൻ്റെ സെയിൽസ് എങ്ങനെ പോകും? 50,000 ഇൻറ്റു 1000. നോക്കിക്കേ, 50,000 ഇൻറ്റു 1000. ഇവിടെ എന്താണ് നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി. 50 കോടിയാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെറിയൊരു വിഷയമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഒരു 0 കൂടിപ്പോയി കേട്ടോ. ഒരു 0 കൂടിപ്പോയി. 5 crore ആണ് വരാനുള്ളത് കേട്ടോ. ഇവിടെ 15 crore അല്ല, ഇവിടെ 5 crore ആണ് കേട്ടോ വരാനുള്ളത്. ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു 0 ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് കൂടിപ്പോയി കേട്ടോ. ജസ്റ്റ് 0 കൂടിയാലും പ്രശ്നമാണേ. അപ്പോൾ എന്താണ് നമുക്കവിടെ 5 crore ആണ് എന്ത് ചെയ്യുന്നത്? നമുക്കവിടെ റവന്യൂ, ടോട്ടൽ റവന്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 5 crore ആണ്. അപ്പോൾ ഇവിടെ എന്താണ് അടുത്ത കാൽക്കുലേഷൻ എന്താണ്? നമുക്കിവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? മൊത്തം എത്ര നമുക്ക് ചിലവ്, നമുക്ക് എത്ര റവന്യൂ അതിൽ നിന്ന് റിസീവ് ആയി അല്ലേ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് പ്രോഫിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റും ആവാം ലോസും ആവാം അല്ലേ? പ്രോഫിറ്റും ആവാം ലോസും ആവാം. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? റവന്യൂ കൂടുതലും അല്ലേ? റവന്യൂ കൂടുതലും അതുപോലെ തന്നെ കോസ്റ്റ് കുറവുമാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ്. ഇനി കോസ്റ്റ് കൂടി നിൽക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും കേട്ടോ. നമുക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അപ്പോൾ ഹിയർ നമുക്കിവിടെ രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ടോട്ടൽ റവന്യൂ 5 crore ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 65 ലക്ഷമാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. 65 lakh ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അത് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഹിയർ ഇതെന്ത് ചെയ്യുക? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എടുക്കും കേട്ടോ. അപ്പോൾ ഇതിന് ജസ്റ്റ് നമുക്കൊരു 0 ഒന്ന് ആഡ് ചെയ്ത് പോയി കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കറക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇതാണ് ഇവിടെ 50 crore എന്നുള്ള രീതിയിലാണ് കാൽക്കുലേഷൻ പോയിരിക്കുന്നത്. 50 crore അല്ല, നമുക്കിവിടെ എന്താണ് 5 crore ആണ് കേട്ടോ. 5 crore ഇതിൽ നിന്ന് എന്താണ് 65 ലക്ഷം അല്ലേ? അപ്പം നമുക്ക് ശരിക്കും 4,35,00,000 വരണം അല്ലേ? 4,35,00,000. അപ്പം നിങ്ങളത് എന്ത് ചെയ്യുക? അതൊരു കാൽക്കുലേഷൻ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തോളൂ കേട്ടോ. എനിക്ക് ജസ്റ്റ് അത് കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്ന് ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. സോറി. അപ്പോൾ ശരി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേഷനിലെ വിഷയമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണ് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മൾ മൈനിങ് കമ്പനി എന്താണ്, ആ മൈനിങ് കമ്പനിയുടെ എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ്? എളുപ്പമാണ്. ഇവിടെയും പ്രൈം കോസ്റ്റും ഫാക്ടറി കോസ്റ്റും ഒക്കെ എക്സാമിന് ചോദിച്ചാലും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ ആ ഐറ്റങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഒരൊറ്റ കേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വേറെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എളുപ്പമല്ലേ? സോ അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട്സുകളോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ നമുക്കത് ക്ലിയർ ചെയ്യാം. വരുന്ന ലൈവ് ക്ലാസ്സുകളിൽ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും പോയിന്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പായിട്ടും പറയാം. സോ താങ്ക് യു സോ മച്ച്.